തിരികെ വാർത്തകളിലേക്ക്. തിരുവനന്തപുരം പേരൂർക്കട SAP ക്യാമ്പിലെ പോലീസ് ട്രെയിനി ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. മരിച്ച ആനന്ദിന്റെ സഹോദരനാണ് പേരൂർക്കട പോലീസിൽ പരാതി നൽകിയത്. ജോലി സമ്മർദ്ദത്തെ തുടർന്നാണ് ആനന്ദ് മരിച്ചത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പീഡനമുണ്ടായെന്നും ആനന്ദ് ജാതി അധിക്ഷേപം നേരിട്ടെന്നും സഹോദരൻ അരവിന്ദ് ആരോപിച്ചു. 3 മാസം കൊണ്ട് അവൻ നല്ലപോലെ അനുഭവിച്ചിട്ടുണ്ടാകും. അവൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സൂചനകൾ തരും. ചേട്ടാ എനിക്ക് പറ്റണില്ല ചേട്ടാ. ഞാൻ പറയും എന്തെങ്കിലും വന്നാലും നീ പിടിച്ചിരുന്നില്ലടാ, നമുക്ക് ആരും ഇല്ലടാ, അമ്മ മാത്രമേ ഉള്ളൂ. നമ്മൾ അത്രയ്ക്ക് എൻ്റെ അമ്മ നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തി കിട്ടിയതാണ് അവനൊരു ജോലി. അവിടെ ചെന്നപ്പോൾ അവൻ നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് ഇത് എന്തിനാണെന്ന് എനിക്ക് അറിയണം. ഇവരെ ട്രെയിനിങ് ചെയ്യണ കപിൽ സാർ എന്ന് പറയണം. ആ സാറ് ഭയങ്കര ടോർച്ചർ എന്നാണ് പറയണത്. എല്ലാ കുട്ടികളുടെ അടുത്തും ഇങ്ങനെയാണെന്നാണ് പറയണത്. നല്ല രീതിയിൽ അവരെ പ്രഷർ ചെയ്യും. അവരെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും അകറ്റാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങളും പല കഠിനമായ ഫിസിക്കൽ ട്രെയിനിങ്ങുകൾ വരെ കൊടുക്കും. പാവപ്പെട്ടവൻ്റെ മക്കൾ ഈ സമൂഹത്തിൽ നിന്നൊക്കെ വരണം. മക്കൾക്കാണ് ഈ ഗതി. സിജോ വിജോൺ ചെയ്തേണ്ട വിശദാംശങ്ങൾ നൽകാനായി. സിജോ, എന്താണ് കുടുംബത്തിന്റെ ആരോപണം? ഇവർ പരാതിയിൽ എന്താണ് പറയുന്നത്? ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നുള്ള ഒരു ആരോപണമാണ് ഈ കൊല്ലപ്പെട്ട പോലീസുകാരുടെ കുടുംബം സഹോദരൻ ആരോപിക്കുന്നത്. ഈ 2 ദിവസം മുന്നെയാണ് കൈഞ്ഞരമ്പ് മുറിക്കാൻ ശ്രമിച്ച നിലയിൽ ഇയാളെ SAP ക്യാമ്പിൽ നിന്ന് കണ്ടെത്തുന്നത്. അതിനുശേഷം ഈ കുടുംബാംഗങ്ങൾ ഇയാളുമായി സംസാരിച്ചിരുന്നു, പോലീസുകാരുമായി സംസാരിച്ചിരുന്നു, ആനന്ദുമായി സംസാരിച്ചിരുന്നു. അതിനുശേഷം വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അല്ല, ഞാനിവിടെ തുടരുകയാണെന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. ഇന്നാണ് അവിടെ SAP ക്യാമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിനുശേഷം ഈ കുടുംബം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും മോശമായ അനുഭവങ്ങളുണ്ടായി, ജാതിപരമായ അധിക്ഷേപം നേരിട്ടു എന്ന് പറയുന്നു. ഈ കയ്യിൽ കണ്ട മുറിവ് ആ കാര്യത്തിലൊക്കെ സംശയമുണ്ടെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. എന്തായാലും വിശദമായ അന്വേഷണം നടത്തണമെന്നുള്ള ഒരു ആവശ്യം ഈ കുടുംബം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ആദ്യം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറായിരുന്നില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തണമെന്ന ആവശ്യമാണ് ഒരാൾ പറഞ്ഞിരുന്നത്. അത് പ്രകാരം SAP കമാൻഡന്റ് അവിടെ എത്തി കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് ഈ കുടുംബത്തിന് ഉറപ്പ് നൽകി. അതിനുശേഷമാണ് മൃതദേഹം ഏറ്റുവാങ്ങാൻ അവർ തയ്യാറായത്. ഇപ്പോൾ അവരെ പോലീസുകാരുടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്.